നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പ്രധാനമായി അലട്ടുന്നൊരു പ്രധാന പ്രശ്നം തന്നെയാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മുടികൊഴിച്ചിൽ വരുന്നത്, ഇതിനുള്ള കാരണങ്ങൾ എന്താണ്, അതിനുള്ള പ്രതിവിധികൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനായി എത്തിയിട്ടിരിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി ആൻഡ് വെനീറിയോളജി വിഭാഗം എമിറേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ TP തങ്കപ്പനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറേക്ക് സ്വാഗതം. പറയുന്നത് ഡോക്ടർ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഹലോ, മുടി കൊഴിച്ചിലിനെ പറ്റി ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുടി കൊഴിച്ചിലിനെ പറ്റി പറയുന്നതിന് മുമ്പ് മുടിയുടെ വളർച്ചയെ പറ്റി അല്പം മനസ്സിലാക്കിയേ പറ്റൂ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോമങ്ങളും ആദ്യം വളരും, കുറച്ച് നാൾ തുടർച്ചയായിട്ട് വളരും, അതിനുശേഷം വളർച്ച നിൽക്കും, റെസ്റ്റ് എടുക്കും, അത് കഴിഞ്ഞത് കൊഴിഞ്ഞു പോകും. ആ ഫോളിക്കിളിൽ തന്നെ വീണ്ടും ഒരു മുടി വളർന്നു വരും, അതും കുറേ നാൾ വളരും, കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ വളർച്ച എത്ര നാള് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് മുടിയുടെ നീളം ക്രമീകരിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പ്രകൃതി സംവിധാനം ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ തലയിലെ മുടി എടുത്തു കഴിഞ്ഞാൽ അനാജൻ പീരീഡ് എന്ന് പറയും, തുടർച്ചയായി വളരുന്ന സമയം. അത് ഏതാണ്ട് 2 വർഷം മുതൽ 4 വർഷം വരെ ആവാം. ആ കാലഘട്ടത്തിൽ ഈ 2 വർഷം മുതൽ 4 വർഷം വളരുമ്പോൾ ചിലരുടെ മുടിക്ക് ഒരു 2 അടി നീളം കാണും, വേറെ ചിലരുടെ മുടിക്ക് 1 മീറ്റർ കാണും. പിന്നെ നമ്മൾ പണ്ട് പറയുന്ന പോലെ അങ്ങ് താഴെ വരെ മുട്ടുന്ന വരെ മുടി നീണ്ടു വളർന്നിട്ട് അതിന് 4-5 വർഷം അനാജൻ പീരീഡ് ഉള്ളവരാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. കുറേശ്ശായിട്ട് ആ പീരീഡ് കുറഞ്ഞു വരും പ്രായം കൂടുന്തോറും. ഏറ്റവും കൂടുതൽ സമയം നന്നായിട്ട് മുടി വളരുന്നത് പ്യൂബർട്ടി പീരീഡിലാണ്, അഥവാ കൗമാരപ്രായത്തിലാണ്. അത് കഴിഞ്ഞാൽ കുറേശ്ശായിട്ട് മുടിയുടെ വളർച്ച കുറഞ്ഞു വരും. ഇപ്പം വളർന്ന മുടികളെല്ലാം റെസ്റ്റ് എടുക്കും, അത് കൊഴിഞ്ഞു പോകും. ആ ഫോളിക്കിളിൽ നിന്ന് വേറൊരു മുടി വളർന്നു വരുമ്പോൾ മുകളിലിരിക്കുന്ന മുടി പ്രായമായ മുടി, അഥവാ പെൻഷൻ പറ്റിയ മുടി അങ്ങ് താഴെ വീഴും. അപ്പോൾ മുടി കൊഴിയുക എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമൊന്നുമല്ല, ഒരു വലിയ കുഴപ്പം പിടിച്ച കാര്യവുമല്ല. നോർമലായിട്ട് ഏതാണ്ട് ഒരു 50 മുതൽ 100 മുടി വരെ ഒരു ദിവസം ആരോഗ്യമുള്ള ഒരാൾക്ക് കൊഴിഞ്ഞു പോകാം. അതൊരു അസുഖമായിട്ട് അതിനെ കരുതാനാവില്ല. പലപ്പോഴും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഈ മുടി കൊഴിച്ചിൽ പരാതിയായിട്ട് വരുന്നത്? ഒന്നിലും മുറിയിൽ അവിടെ ഇവിടെയൊക്കെ ധാരാളം മുടി കിടക്കുമ്പോൾ ആൾക്കാർ പരാതി പറയും. അതുമല്ലെങ്കിൽ ബാത്റൂമിനകത്ത് നിറയെ മുടി, ബ്ലോക്ക് ആവുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടെത്തുന്നത് മുടി കുറേ കൊഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് പേർ ആ മുടി ചീകുന്ന സമയത്ത് കിട്ടുന്ന മുടി എല്ലാം കൂടെ ചുരുട്ടി വെക്കും. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒത്തിരി മുടി കൊഴിഞ്ഞു പോയി. ഒത്തിരി മുടി കൊഴിഞ്ഞു പോയാലും തല ഉടനെ മുട്ടയാവത്തില്ല. ഇപ്പം മുടി കൊഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭീകരമായ അവസ്ഥയല്ല. 100-ൽ കൂടുതൽ മുടി ഒരുമിച്ച് ഒരു ദിവസം തന്നെ, അഥവാ ഒരു 10-800 മുടി അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം മുടിയുടെ ടോട്ടൽ കനം കുറഞ്ഞു, മുടി തന്നെ എലിവാല് പോലെ വരുന്നു, പിടിച്ചാൽ കെട്ടാനില്ല, ഇങ്ങനെയുള്ള പരാതികളോട്ടാണ് ഞങ്ങളത് മുടി കൊഴിച്ചിലും കൊണ്ട് വരുന്നത്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. പെട്ടെന്നുണ്ടാകുന്നത് പലപ്പോഴും സ്ട്രെസ്സാണ്. നല്ല ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് കുറച്ച് മുടി കൊഴിഞ്ഞു പോകും. ചിലർക്ക് പരീക്ഷയായിരിക്കും, വേറെ ചിലർക്ക് പ്രഗ്നൻസി ആയിരിക്കും, ഫിസിയോളജിക്കൽ സംഗതികൾ കൊണ്ട് വരാം. ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് ഒരു ഷോക്ക് വരാം. ഷോക്ക് വന്നു കഴിഞ്ഞാലും മുടി കൊഴിച്ചിൽ പോകാം. അപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് ഈ സംഭവം വരിക. അത് കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ ആ മുടി തിരിച്ചു വളരാൻ തുടങ്ങും. പക്ഷേ പോയ മുടി നീളമുള്ള മുടിയായിരുന്നു, അവിടുന്ന് ഒരു പുതിയ മുടി വളർന്നു വരുമ്പോൾ ഒരിക്കലും ആ സൈസ് കാണത്തില്ല. അത് വളർന്ന് വീണ്ടും പഴയ സ്റ്റേജിൽ എത്തണമെങ്കിൽ 2-3 വർഷം എടുക്കും. അപ്പോൾ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചു വളർന്നു വരാൻ കുറേ കാലം എടുക്കും. മുടി കൊഴിയുക എന്ന് പറയുന്നത് ശരിക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നമുക്ക് പലപ്പോഴും തടഞ്ഞു നിർത്താനാവില്ല. പ്രത്യേകിച്ചും കാലാവസ്ഥ മാറുമ്പോഴും നമ്മുടെ ഒരു മാറ്റം വരുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി അവിടെ വരെ പോയി, അത് കഴിയുമ്പം പെട്ടെന്ന് മുടി ചിലപ്പോൾ കൊഴിഞ്ഞു പോയി തരും. ഒത്തിരി ഷോക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വന്നാൽ വരും. ആശുപത്രിയിൽ അസുഖമായിട്ട് കുറച്ച് ദിവസം കിടന്നു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകാം. പണ്ടൊക്കെ ടൈഫോയിഡ് വന്നു കഴിയുമ്പോഴത്തേക്കും മുടി മുറിച്ച് കളയും. കാരണം വെച്ചാൽ ഒന്ന് മുടി കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, രണ്ടാമത്തത് എന്തെല്ലാം മുടി കുറേ കൊഴിഞ്ഞു പോകും, വൃത്തികേടാവും. അതുകൊണ്ട് അപ്പോഴേ അങ്ങ് മുടി വെട്ടിയേക്കും. പിന്നെ വരുന്ന മുടിയെല്ലാം ഒരുപോലെയാണ് കിളുത്ത് വരുന്നത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ആളുകൾ ടൈഫോയിഡൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കുറച്ച് ദിവസം ആശുപത്രി കിടക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ മുടി മുറിച്ച് കളയുന്നത്. അപ്പോൾ മുടി കൊഴിഞ്ഞു പോവുക എന്ന് പറയുന്നതിന് അധികം പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. സാധാരണയിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ടെൻഷനും ഉണ്ടോ ഒക്കെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലാണെങ്കിൽ ഞങ്ങൾ അതിന് ടിലോജൻ എഫ്ലൂവിയ എന്നാണ് പറയുക. മുടി തിരിച്ചു വരും, 3-4 മാസം കഴിയുമ്പോൾ വളരാൻ തുടങ്ങും. പക്ഷെ പ്രശ്നം, പുതുതായിട്ട് വളർന്നു വരുന്ന മുടികൾ പഴയ മുടിയുടെ അത്രയും നീളം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പോകുന്ന മുടി വീണ്ടും കിളുത്ത് വരും. പക്ഷേ ഇറ്റ് ടേക്ക് സം ടൈം. പഴയ സ്ഥിതിയിലെത്താൻ 2-3 വർഷം എടുക്കും. കാരണം മുടി കൊഴിച്ചിലായിട്ട് വരുന്ന ആളുകൾ ചികിത്സയായി കഴിഞ്ഞാൽ പിന്നെ 2-3 വർഷത്തേക്ക് അവരെ കാണാറില്ല. ഇനി മറ്റൊരു കാരണം, ഈ ടെലോജൻ എഫ്ലൂവിയം അല്ലാതെ
ഹെയർ ഫോളിക്കലിനുണ്ടാകുന്ന കേടുകൾ കൊണ്ട്, ചില അസുഖങ്ങൾ കൊണ്ട് ഹെയർ ഫോളിക്കലിന് കേട് വരാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരായിട്ട് പ്രതികരിക്കുന്ന ചില അവസ്ഥകളുണ്ട്. ആ സാഹചര്യങ്ങളിലും തൈറോയിഡ് ഡിസീസ് കൊണ്ടോ വൈറ്റമിൻ ഡിഫിഷ്യൻസി കൊണ്ടോ ഒക്കെ മുടി കൊഴിച്ചിലുണ്ടാവാം. അത് കുറേശ്ശെ കുറേശ്ശായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ചികിത്സിച്ച് മാറ്റുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം മുടി കൊഴിച്ചിൽ കണ്ടാൽ അമിതമായി കൊഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അല്ലാതെ തന്നെ മുടി ഒരു ചേഞ്ച്, ഫോർ എക്സാമ്പിൾ ഒരു പരീക്ഷ, അത് കഴിയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് മുടി വളരെ കൊഴിഞ്ഞു പോകും. അതുമല്ല ഒരു ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുടി കൊഴിഞ്ഞു പോകും. പക്ഷെ അത് തിരിച്ചു വരും. ഇനിയും മുടിയുടെ ഫോളിക്കലിലെ കേടുകൊണ്ട്, ഞാൻ പറഞ്ഞത് ഡിഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ഡിസീസ് കൊണ്ടോ, ഓട്ടോഇമ്യൂൺ ഡിസീസ് കൊണ്ടോ, തൈറോയിഡ് ഡിഫിഷ്യൻസി, പിന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മുടി കൊഴിഞ്ഞു പോവാം. അത്തരമുള്ളതെല്ലാം നമുക്ക് കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഡോക്ടർ, അങ്ങനെയല്ല ഞാനൊന്ന് മുടിയുടെ ഇടപെടുകയാണ്. ഷാർപ്പിനുള്ള നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നത് നസീമയാണ്. നസീമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ തുടരാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ മുടി കൊഴിയാനുള്ള പ്രധാന കാരണങ്ങളും രോഗാവസ്ഥ മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മുടെ പ്രധാനമായും ഇപ്പോൾ പലരിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് താരൻ എന്ന് പറയുന്നത്. ഈ താരൻ വരാനുള്ള പ്രധാന കാരണം എന്താണ്? അത് മുടി കൊഴിച്ചിലിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? താരൻ വരാനുള്ള പ്രധാന കാരണം ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയാണെന്ന്. നമ്മുടെ ഓയിൽ സെക്രീഷൻ, നമ്മൾ സെബേഷ്യസ് സെക്രീഷൻ എന്ന് പറയും. തലയിലേക്ക് എല്ലാ രോമകൂപത്തിൻ്റെയും ചുവട്ടിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ്. അത് അവിടുന്ന് സെബം എന്ന് പറയുന്ന ഒരു എണ്ണമയമുള്ള സാധനം സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ എണ്ണമയം നമ്മുടെ ഹെയറിൻ്റെ പുറത്തൂടെ പുരട്ടിയാണ് ഹെയർ പുറത്തേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ എല്ലാ മുടിയിലും ഒരു എണ്ണമയം കോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കി വിടുന്നത്. നമ്മളെ കിളികൾ ചുണ്ടുകൊണ്ട് സെബം പുരട്ടി തൂവൽ പെരട്ട് നിങ്ങൾ കാണാറുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓരോ രോമത്തിൻ്റെ ചുവട്ടിലും അത് പ്രത്യേകം ഉണ്ടാക്കാനുള്ള ഗ്രന്ഥിയുണ്ട്. പക്ഷേ ഈ സെബേഷ്യസ് സെക്രീഷൻ ആവശ്യത്തിലേറെ ആകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചില അസുഖങ്ങൾ കൊണ്ടും ചില മരുന്നുകൾ കൊണ്ടും അല്ലാതെ ചില തലച്ചോറിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ഈ സെബേഷ്യസ് സെക്രീഷൻ കൂടാറുണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ആ കൂടുതൽ വന്ന എണ്ണയും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊടിയും പിന്നെ പൊളിഞ്ഞു പോകുന്ന സ്കെയിൽസും ഇതെല്ലാം കൂടെ ചേർന്ന് കട്ട പിടിച്ച് തലയിലിരിക്കും. അത് മുഴുവൻ നമുക്ക് ചീവുമ്പം പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ ആ സ്കെയിൽസിനാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അത് അല്പം കൂടെ വഷളാവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പറയും, ഒരു എക്സിമാറ്റസ് സംഗതിയാകും. അപ്പോൾ ഇത് താരൻ എന്ന് പറയുന്നത് ഈ സെബേഷ്യസ് സെക്രീഷൻ കൂടുന്നതുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം മുടി കൊഴിഞ്ഞു പോകത്തില്ല. പലപ്പോഴും ഈ സെബേഷ്യസ് സെക്രീഷൻ കൂടുന്ന സാഹചര്യത്തിൽ മുടി കൊഴിയുന്ന ചില പ്രത്യേക സംഗതികളും അതിൻ്റെ കൂടെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ആണുങ്ങൾക്കാണെങ്കിൽ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ അഥവാ ഈ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കഷണ്ടി, അത് ഉണ്ടാകുന്നതിന് തുടക്കത്തിൽ കുറേ മുടി കൊഴിഞ്ഞു പോകും. ആ സമയത്ത് അല്പം ഈ ഡാൻഡ്രഫും കൂടുതൽ കണ്ടെന്ന് വരാം. പക്ഷെ അത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ പറയുന്നത് ഒരു ജനറലൈസർ എടുക്കാൻ പാടില്ല. ഇത്തരം ചില പല സാഹചര്യങ്ങൾ കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാവാം. അതെല്ലാം ഫോളിക്കിളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അഥവാ സെബേഷ്യസ് സെക്രീഷൻ കൂടുമ്പം ഉണ്ടാകുന്ന ഡാൻഡ്രഫ് നന്നായിട്ട് ചൊറിയും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഫംഗൽ ഇൻഫെക്ഷൻ വരും. തലയിലുള്ള ഒരു ഫംഗസ് വളരും. ഈ ഓയിൽ സെക്രീഷൻ ഇഷ്ടമുള്ള ഒരു ഫംഗസ് ഉണ്ട്, നന്നായിട്ട് വളരും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. അപ്പം ചൊറിയുമ്പോൾ കുറച്ച് ഹെയർ പറിച്ചെടുക്കും. അങ്ങനെ കുറച്ച് ഹെയർ പോകും. പിന്നെ ഈ ഡാൻഡ്രഫ് ഉണ്ടാകുന്ന ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, അതുകൊണ്ടും കുറച്ച് മുടി കൊഴിഞ്ഞു പോകും. ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ല മുടി കൊഴിയുന്നത്. ഓരോ മുടിയും എപ്പോൾ കൊഴിയണമെന്നും എപ്പോൾ വളരണമെന്നും ഒക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഷണ്ടി വരുന്ന ആളിന് സൈഡിലെല്ലാം നിറയെ രോമം കാണും, പക്ഷേ തലയുടെ മുകളിലത്തെ ഭാഗത്ത് മാത്രം ചിലപ്പോൾ കഷണ്ടി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ സൈഡിൽ നിന്ന് മാത്രം മുകളിലോട്ട് കയറുള്ളൂ. നമ്മൾ ഫ്രോണ്ടോ ടെമ്പറൽ ഡിസ്റ്റൻസ് എന്ന് പറയും. അല്ല, ചിലർക്ക് ഉച്ചിയിൽ മാത്രം മുടി കുറയുന്ന കാണാം. ഈ സംഗതികളൊക്കെ നിയതമാണ്, അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടതാണ്, നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഏത് മുടി എപ്പോൾ വളരണമെന്നും അത് എപ്പോൾ കൊഴിഞ്ഞു പോകണം, എത്ര നീളത്തിൽ വളരണമെന്നും ഇതെല്ലാം പ്രകൃതി തീരുമാനിച്ചാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ശരി അതുകൊണ്ട് ഡോക്ടർ, മുടി ഞാനൊന്ന് നമ്മൾ ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, വിജേഷ്, കണ്ണൂരിൽ നിന്ന്. വിജേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ തലക്ക് ട്യൂമർ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പൊ അവിടെ മുടി വരാൻ എന്ന വഴിയുണ്ടോ? വിജേഷ്, എനിക്ക് മനസ്സിലായില്ല, ഇത്തിരി പതുക്കെ പറഞ്ഞോളൂ. ട്യൂമർ ചെറുപ്രായത്തില് ട്യൂമർ വന്നിരുന്നു. അപ്പോ അവിടെ ഒരു ഓപ്പറേഷൻ കഴിച്ചിരുന്നു. അപ്പോ മുടി വരാൻ വഴിയുണ്ടോ? ഓപ്പറേഷൻ കഴിഞ്ഞ് സ്കിൻ കളഞ്ഞതാണെങ്കിൽ, പക്ഷെ അത് സാറിന് അവിടെ തിരിച്ച് സൂചറിയത്തില്ലേ തലയിലാണെങ്കിൽ? എന്താ തലയിലല്ല, കഴുത്തിന്റെ അവിടെ നിന്നാണ് ഓപ്പറേഷൻ ചെയ്തത്. പക്ഷെ തലയിലല്ല, കഴുത്തിന്റെ അവിടെ നിന്നാണ് ഓപ്പറേഷൻ കഴിച്ചത്.
കഴുത്തിലാണോ? കഴുത്തിന്റെ ഉള്ളിലൊട്ടിയ തലയൊട്ടിക്കാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. എനിക്ക് മനസ്സിലായില്ലേ. രോമമുള്ള സ്ഥലത്താണോ ഓപ്പറേഷൻ ചെയ്തത്? കഴുത്തിന്റെ ബാക്കിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞതെന്നാണ് പറഞ്ഞത്. ആ. എവിടെയാ? കഴുത്തിന്റെ ബാക്കിലായിട്ട്. കഴുത്തിന്റെ വിജേഷ് എവിടെയാ ഓപ്പറേഷൻ ചെയ്തത്? കഴുത്തിന്റെ ഭാഗത്താണ് ഓപ്പറേഷൻ കത്തി വെച്ച കഥ കാണുന്നത്. അതിന്റെ ഉള്ളിലൊട്ടിയാണ് ചെയ്തത്. വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾ എവിടെയാ ഓപ്പറേഷൻ ചെയ്തത് പറയുന്നത്. കഴുത്തിന്റെ പിന്നിലായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത് എന്നാണ് പ്രേക്ഷകൻ പറയുന്നത് ഡോക്ടർ. ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് മുടിയുള്ള സാധാരണ ഭാഗത്ത്. തിരിച്ച മുറിവ് സ്റ്റിച്ച് ചെയ്യുമല്ലോ. മുടിയുള്ള ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തെങ്കിൽ മുടി ഉണ്ടാവും അവിടെ. മുടി കൊഴിഞ്ഞു പോയാലും പിന്നെ കിളുത്ത് വരും. പക്ഷേ മുടിയുള്ള ഭാഗം മുഴുവൻ കളഞ്ഞിട്ട് അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് തൊലിയെടുത്ത് പിടിപ്പിച്ചാണെങ്കിൽ അവിടെ മുടി വരത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു ഓപ്പ- ഡോക്ടർ. ഏ? പ്രേക്ഷകന് ഓപ്പറേഷൻ ചെയ്ത വ്യക്തമായി സ്ഥലത്ത് തിരിച്ച് ആ സ്കിന്ന് തുന്നിക്കെട്ടും, തയ്യലിടും. തയ്ച്ച് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഹെയർ വടിച്ചു കളഞ്ഞതാണെങ്കിലും അത് തിരിച്ച് ഹെയർ കിളുത്ത് വരും. പക്ഷേ അവിടെ വേറെ സ്ഥലത്തുനിന്ന് സ്കിൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ, എന്നുവെച്ചാൽ ആ ഹെയർ ഇല്ലാത്ത സ്കിന്നാണ് അവിടെ വെച്ച് പിടിപ്പിച്ചതെങ്കിൽ അവിടെ ഹെയർ വരത്തില്ല. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി ഡോക്ടർ. ആ ഡോക്ടർ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പലതരം എണ്ണകൾ ഇപ്പോൾ വിപണികളിലടക്കം സുലഭമായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന എണ്ണ അത് തലമുടി വളരുന്നതിന് എത്രത്തോളം ഉപയോഗപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണത് തലമുടി വളരാൻ സഹായിക്കുന്നത്? എണ്ണയുടെ കണ്ടന്റിനെ ആശ്രയിച്ചിരിക്കും അത്. ചില എണ്ണകൾ വാസോഡൈലേഷൻ അതോ അവിടെയുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതാണെങ്കിൽ കുറച്ച് മുടി വളരാൻ സഹായിച്ചേക്കാം. അതല്ലാതെ മുടി വളർത്താനായിട്ട് ഒരു എണ്ണയുള്ളതായിട്ട് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും ഫോൾസ് ക്ലെയിംസ് ആണ്. ഈ എണ്ണ പുരട്ടിയാൽ എൻ്റെ മുടി വളർന്നു വരും. പലപ്പോഴും പരസ്യങ്ങൾ കൊടുക്കുന്നത് നല്ല മുടിയുള്ള ആളുകളെ തിരിച്ചു നിർത്തി അവരുടെ പടമെടുത്താണ് പരസ്യം കൊടുക്കാറ്. പക്ഷേ എണ്ണയുടെ ബെനിഫിറ്റ്, അത് എണ്ണയ്ക്കകത്തുള്ള എന്താണ് മരുന്ന് ചേർത്തതാണെങ്കിൽ ആ മരുന്ന് ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതുകൊണ്ട് മുടി വളരാൻ സഹായിക്കും. ഇപ്പം മിനോസിൽ എന്ന് പറയുന്ന ഒരു മരുന്ന് ഞങ്ങൾ പുരട്ടുന്നുണ്ട്. അത് ലോക്കൽ വാസോ ഡയലറ്റേഷൻ ഉണ്ടാക്കും. അതായത് ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടുള്ള രക്തോട്ടം കൂട്ടും. അതല്ലാതെ ചില മരുന്നുകൾ നമ്മുടെ തലയിലെ ഈ മുടി കൊഴിക്കാൻ കാരണമാകുന്ന ചില എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിനാസ്ട്രൈഡ്. ഇത്തരം മരുന്നുകളുണ്ടെങ്കിൽ മുടിയുടെ നോർമലായിട്ട് കൊഴിഞ്ഞു പോയ മുടി തിരിച്ചു വളരാൻ സഹായിച്ചെന്ന് വരും. അല്ലാതെ വെറുതെ നമ്മൾ എണ്ണ കാച്ചി എന്തെങ്കിലും കൈ കിട്ടുന്ന പച്ചക്കറി ഇട്ട് എണ്ണ കാച്ചി തേച്ചതുകൊണ്ട് മുടി വളർച്ച ശരിയാവുമെന്ന് വിശ്വസിക്കുന്നില്ല. ശരി, വ്യക്തമാണ് ഡോക്ടർ.